മറ്റു വാർത്തകളിലേക്ക് പോയാൽ ഇത് സംബന്ധിച്ച് തന്നെ മുരളീധരന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. തൃശൂർ ജില്ലയിൽ മത്സരിക്കുമെന്ന അഭ്യൂഹം തള്ളി കെ മുരളീധരൻ. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും വ്യക്തിപരമായി മത്സരിക്കാൻ താല്പര്യമില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്ത് തന്നെ സജീവമായിട്ടുണ്ട്. അത് പാർട്ടി തീരുമാനിക്കും. എനിക്ക് വ്യക്തിപരമായി മത്സരിക്കാൻ താല്പര്യമില്ല. പിന്നെ പാർട്ടി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. മത്സരിക്കണോ അതോ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണോ, ഏത് പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാർ. കൂടുതൽ വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുകയാണ്. ഹാൻസ്, ഒരിക്കൽ വട്ടിയൂർക്കാവിൽ പോയി മത്സരിക്കാൻ പറഞ്ഞു, അവിടെ മത്സരിച്ചു, ജയിച്ചു. പിന്നീട് ഒരിക്കൽ കോഴിക്കോട് പോകാൻ പറഞ്ഞു, അവിടെയും വടകരയിൽ മത്സരിച്ചു, ജയിച്ചു. പിന്നീട് ഇനിയിപ്പോൾ പാർട്ടി പറഞ്ഞാൽ എവിടെയും മത്സരിക്കാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. പക്ഷേ വ്യക്തിപരമായി താല്പര്യമില്ല. രുചീഷ്, കെ മുരളീധരന്റെ പ്രതികരണം അത്തരത്തിലാണ്. പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇനിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മത്സരത്തിന് താനില്ല എന്നാണ് മുരളീധരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മുരളീധരൻ ഗുരുവായൂർ മത്സരിക്കും എന്നുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങളൊക്കെ പരന്നെങ്കിലും അത് തികച്ചും മാധ്യമ സൃഷ്ടി മാത്രമാണെന്നാണ് മുരളീധരൻ പറയുന്നത്. താൻ നിലവിൽ എവിടെയും മത്സരിക്കാൻ ആലോചിക്കുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് തിരുവനന്തപുരത്തായിരിക്കും എന്നുള്ള സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. കാരണം ഏറെ നാളായി തിരുവനന്തപുരത്താണ് സജീവമായി പ്രവർത്തിക്കുന്നത്. ഇവിടെ ഏറ്റവും അധികം ആളുകൾക്ക് അറിയാൻ കഴിയുന്നതും മുരളീധരൻ മത്സരിച്ചാൽ തന്നെ വലിയ രീതിയിലുള്ള വിജയം നേടാൻ കഴിയുമെന്ന് വിശ്വാസമുള്ളതും തിരുവനന്തപുരത്താണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും പാർട്ടി എവിടെ പറഞ്ഞാലും അവിടെയും മത്സരിക്കാൻ തയ്യാറാണ് എന്നുകൂടി മുരളീധരൻ പറയുന്നു. നിലവിൽ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ പാർട്ടി തീരുമാനമെടുക്കുകയും ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്താൽ മത്സരിക്കാൻ തയ്യാറാണ് എന്നുകൂടി മുരളീധരൻ പറയുന്നു. അതുമല്ല, പ്രവർത്തനങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാനാണ് നിയമിക്കുന്നതെങ്കിൽ അതിനും തയ്യാറാണെന്ന് മുരളീധരൻ പറയുന്നുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷന്. ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള വിജയം UDFന് നൽകാൻ മുരളീധരൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ നേട്ടം ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാനും കഴിഞ്ഞു. ആ ഒരു പശ്ചാത്തലം നിലനിൽക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനാണ് പാർട്ടി ഏൽപ്പിക്കുന്നതെങ്കിൽ ആ ചുമതല വഹിക്കാനും തയ്യാറാണെന്നാണ് മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും നിലവിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നേ ഉള്ളൂ. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഏതൊക്കെ നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും. പാർട്ടി തന്നെ അത് വ്യക്തമാക്കും എന്നുള്ള കാര്യം കൂടിയാണ് മുരളീധരൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. രുചീഷ്, ശരി ഹാൻസ് ജോൺ, എന്തായാലും പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ്. കെ കരുണാകരൻ മന്ദിരത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുമെന്നൊക്കെ മുരളീധരൻ പറഞ്ഞ് നാവെടുത്ത് അധിക നാളുകൾ ആയിട്ടില്ല. എന്തായാലും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്.